പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ITU ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. നിക്ഷേപം തിരിച്ചു ലഭിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണം. ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയവർക്കെതിരെ നടപടി വേണം. ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ കാണാനും തീരുമാനം. നിക്ഷേപകരുടെ വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ശനിയാഴ്ച രാവിലെ 10 മണിയോടെ ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത്. ബാങ്കിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്താൻ പോലീസ് അനുമതി നൽകിയിരുന്നുവെന്ന് വാട്സാപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞെങ്കിലും സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് അനുമതി നൽകിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. അതോടെ നിക്ഷേപകർ ബാങ്ക് ഓഡിറ്റോറിയത്തിലേക്ക് പ്രതിഷേധ സമരം മാറ്റുകയായിരുന്നു. വായ്പ അനുവദിക്കുന്നതിലെ ഗുരുതരമായ ക്രമക്കേടുകളാണ് ബാങ്കിനെ പ്രതിസന്ധിയിലേക്ക് നയിച്ചതെന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അടുത്ത ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിലൂടെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമായുള്ള ലയനത്തിലൂടെ മാത്രമേ ബാങ്കിലെ നിക്ഷേപകരുടെ പണം തിരികെ ലഭിക്കൂവെന്ന് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര പറഞ്ഞു. വായ്പാ ഇനത്തിൽ 370 കോടി രൂപയും നിഷ്ക്രിയ ആസ്തികളായി 353 കോടി രൂപയുമാണ് ബാങ്കിന് ബാധ്യതയുള്ളത്. കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ മുൻ ചെയർമാൻ MP ജാക്സൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മുഴുവൻ അടിസ്ഥാനരഹിതമാണ്. തന്റെ പേരിൽ 2 കോടിയുടെ നിക്ഷേപമുണ്ടെന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും അന്വേഷണത്തിൽ 1 ലക്ഷം രൂപയുടെ നിക്ഷേപം മാത്രമാണുള്ളതെന്നും അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര പറഞ്ഞു. നിക്ഷേപകരുടെ ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. ഭാരവാഹികളായ ബിബിൻ ജോണി, ലിയോ P. ആന്റോ, പ്രിൻസ് മാത്യു ചക്കാലയ്ക്കൽ, മുരളി ചാലക്കുടി എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. രാഷ്ട്രീയമായിട്ട് ആർക്കും ഒരു താല്പര്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഞങ്ങൾക്ക് വിധേയത്വമില്ല. പലർക്കും രാഷ്ട്രീയം ഈ തട്ടിപ്പിന്റെ ഇപ്പോഴത്തെ വ്യാപ്തി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി 400 കോടി രൂപ തിരിച്ചു കിട്ടാനുണ്ട്. ഇതില് 7000 പേരുണ്ട് ഈ പൈസ കിട്ടേണ്ടവരായിട്ടുള്ളവർ. അവരുടെ കുടുംബങ്ങളും കൂടി ആകുമ്പോൾ 35,000 ആൾക്കാരുണ്ട്. ഈ 7000 ആളുകൾക്ക് 2 വിഭാഗമുണ്ട്. സ്ഥിരം നിക്ഷേപം ചെയ്തിട്ട് പലിശയോട് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ SBI അക്കൗണ്ടിൽ പണം കിടക്കുന്നവരുണ്ട്. പലരുടെയും ചികിത്സ മുടങ്ങി ഞങ്ങളിൽ 12 പേര് മരണപ്പെട്ടു. സമയങ്ങളിൽ പണം കിട്ടാത്തതാണ്. 6 മാസത്തിലൊരിക്കൽ 10,000 രൂപ മാത്രമേ ഇവിടെ നിന്ന് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ വീട് വിറ്റ് പിന്നെ നിക്ഷേപം നടത്തിയവർ, മറ്റു രീതിയിൽ പിന്നെ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്ന് നിക്ഷേപം നടത്തിയവർ, കുട്ടികളുടെ പഠിപ്പിന് വേണ്ടി നിക്ഷേപം നടത്തിയവർ, മരുന്നിന് വേണ്ടി നിക്ഷേപം നടത്തിയവർ, ഇവരെല്ലാവർക്കും പിന്നെ ഈ അവസ്ഥ വളരെ ദുസ്സഹമാണ്. മരണമുഖത്താണ് പല നിക്ഷേപകരും. ഇതിൻ്റെ സംവിധാനം അനുസരിച്ച് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇതിനെ ഏറ്റെടുത്താൽ മാത്രമേ ഞങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാവുള്ളൂ. കാരണം ഇത് ലിക്വിഡേഷന് പോവുകയാണെങ്കിൽ ഞങ്ങളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാരണം അത്രമാത്രം ഭീമമായ നഷ്ടമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. 395 കോടി രൂപയുടെ നോൺ ബാങ്കിങ് അസറ്റ് ഉണ്ട്. അതിന് ഇന്ന് കേരള മാർക്കറ്റിൽ 100 കോടി രൂപ പോലും കിട്ടില്ല. അതിലപ്പുറം 400 കോടി രൂപ DICGC ഇൻഷുറൻസ് ഇനത്തിൽ കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബാങ്കിന് ഈ ഇരിക്കുന്ന കെട്ടിടം കൂടാതെ കടാ ബ്രാഞ്ചും പിന്നെ 2 ചെറിയ ഭൂമികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വാടക കെട്ടിട്ടാണ്. 8% പലിശ, 7.5% പലിശ ലഭിച്ചിരുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ 2% കുറച്ചിരിക്കുന്നു. ഇവിടുത്തെ ജീവനക്കാരുടെ ശമ്പളത്തിലോ അല്ലെങ്കിൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർമാരുടെ വരുമാനത്തിലോ യാതൊരു കുറവില്ല. അപ്പോൾ ഇതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടുകയും കുറ്റവാളികളെ കണ്ടുപിടിക്കുകയും അവരുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ഏതെല്ലാം മാർഗം സ്വീകരിച്ചായാലും ഞങ്ങളെല്ലാം ഈ നിക്ഷേപകരെ ആത്മഹത്യ മുനമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് മാത്രമാണ് ഞങ്ങൾ. അതിനുവേണ്ടി ഒരു ആഹ്വാനമില്ലാതെ കൂടി ചേർന്നിട്ടുള്ളതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളിപ്പോൾ 1000 പേരുണ്ട്. ആ 1000 പേര് സ്വമേധയാ ഇന്ന തീയതിക്ക് ഇവിടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് കൂടി ചേർന്നവരാണ്. ചെയർമാനായിരുന്ന അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, എനിക്ക് 2 കോടിയുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് കേവലം 1 ലക്ഷം രൂപ, അതും സിറ്റിംഗ് ഫീസ് കിട്ടിയിരുന്ന സംഖ്യ മേടിക്കാതെ എടുക്കുന്നത് മാത്രമായിട്ടുള്ളൂ. മനസ്സിലാണ്. 10 പൈസ വേറെ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കോ ജീവനക്കാർക്കോ ആർക്കും ഇവിടെ യാതൊരു നിക്ഷേപമില്ല. അപ്പോൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നുകൊണ്ട് ഞങ്ങളെ ചതിക്കുകയായിരുന്നു. അവർക്കെല്ലാം കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തുകൊണ്ടുപോയി ഞങ്ങളെല്ലാം ഈ പാവപ്പെട്ടവരെല്ലാം ചതിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് 2% ആക്കി
നാലമ്പല ദർശനം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കേരള സർക്കിൾ സെൻട്രൽ റീജിയൻ കൊച്ചി പ്രത്യേക തപാൽ കവർ പുറത്തിറക്കി. ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ റീജിയൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ T നിർമ്മലാദേവി പ്രത്യേക കവറും ഫിലാറ്റലിക് കവറും പ്രകാശനം ചെയ്തു. ഇരിങ്ങാലക്കുട പോസ്റ്റൽ ഡിവിഷൻ സൂപ്രണ്ട് ലോലിത M ആന്റണി, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 3 വാർഡുകളും പൂമംഗലം, വലപ്പാട് ഗ്രാമപഞ്ചായത്തുകളും സമ്പൂർണ്ണ സുകന്യ സമൃദ്ധി അക്കൗണ്ട് വാർഡുകളായി ചടങ്ങിൽ പ്രഖ്യാപിച്ചു. സംബന്ധിച്ച് വളരെ അഭിമാനമുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. നാലമ്പലം ദർശനം വലിയ പുണ്യകർമ്മമാണെന്നും അത് ഭക്തജനങ്ങൾക്കുണ്ടാക്കുന്ന സമ്പൽ സമൃദ്ധി നമുക്കെല്ലാവർക്കും കാലാകാലങ്ങളിലായിട്ട് നന്നായി അറിയാവുന്നവരാണ്. ഞങ്ങൾ 10 ദിവസം മുൻപ് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് 4 ക്ഷേത്രങ്ങളിലെയും ഭാരവാഹികളും ജനപ്രതിനിധികളും ഒരുമിച്ചിരുന്ന് എങ്ങനെയാണ് ഈ നാലമ്പല ദർശനകാലത്ത് തീർത്ഥാടകർക്ക് എങ്ങനെ സൗകര്യപ്രദമായി അവർക്ക് വരാനും തൊഴാനും ദർശനം നടത്താനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ചകൾ നടത്തി. അതിനനുസൃതമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, അത് തൃപ്രയാറായാലും ഇരിങ്ങാലക്കുടയായാലും മൂഴിക്കുളത്തായാലും പായമ്പലായാലും എല്ലാ സ്ഥലത്തും നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഭക്തർക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ ഇഷ്ട ദൈവങ്ങളെ കണ്ട് വണങ്ങിപ്പോകാനായിട്ടുള്ള അവസരം ഉണ്ടാക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മുടെ തപാൽ വകുപ്പ് നമുക്കറിയാം കുറേ കാലങ്ങളിലായിട്ട് വൈവിധ്യങ്ങളുടെ ഒരു മേഖലകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയകാലത്തെ പരമ്പരാഗത തപാൽ മേഖലയല്ല ഇന്നത്തെ തപാൽ മേഖല. ഇൻഷുറൻസായി, സേവിങ്സ് അക്കൗണ്ടുകളായി, ഫിക്സഡ് ഡെപ്പോസിറ്റുകളായി, ബാങ്കിങ്ങിൻ്റെ മേഖലകളിലേക്ക് കടന്നു. പൊതുജന സേവനം കുറേ കൂടി നന്നായി നിർവഹിക്കുന്ന ഒരു ചുമതലകൾ ഏറ്റെടുത്ത് സമൂഹത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സ്ഥാപനമായിട്ട് തപാൽ മേഖലയ്ക്ക് മാറാനായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാധിക്കും. കാട്ടൂർ മുരിയാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ആദരിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച വിജയോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, ചലച്ചിത്ര നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ, യുവ ചലച്ചിത്ര നടൻ ഇന്നസെന്റ് സോണറ്റ്, പ്രമുഖ വ്ളോഗർ റിജാസ് KA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TG ശങ്കരനാരായണൻ, വത്സല ബാബു, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോർജ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP കണ്ണൻ, KK ശിവൻകുട്ടി, PS മനു, KS തമ്പി, ഷീജ ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CB ഷക്കീല ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J ചിറ്റിലപ്പള്ളി സ്വാഗതവും സത്യപാലൻ കുറുവത്ത് നന്ദിയും പറഞ്ഞു. നിങ്ങളിപ്പോൾ വിജയശ്രീലാളിതരായി അടുത്ത നിങ്ങളുടെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ ചുവടുവെക്കുകയാണ്. 10ാം ക്ലാസ് വരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമൊന്നുമില്ല. സ്കൂളിലേക്ക് തന്നെ മറ്റൊരു സ്കൂളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ച സ്കൂളിലേക്കായിരിക്കാം അവർ +2 വിദ്യാഭ്യാസത്തിനായി +1 ചേരുന്നു. എന്നാൽ +2 വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മുടെ കരിയർ എന്താകണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഡിഗ്രി വിദ്യാഭ്യാസത്തിനായി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജുകളിലേക്ക്
ഒരുപക്ഷെ മറുനാട്ടിലേക്ക് ഒക്കെ നമ്മൾ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഓരോ ആദരവിലും ഇങ്ങനെയുള്ള ആദരവ് യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. ശരിക്കും കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ ഞങ്ങൾക്കൊരു ആദരവ് തരാൻ, നന്നായി പഠിക്കുന്ന കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതറിയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളും നമ്മുടെ രക്ഷിതാക്കളും അല്ലാതെ നമ്മുടെ വിജയം ആഘോഷിക്കാൻ, നമ്മളോട് ചേർന്ന് നിൽക്കാൻ, ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ, ഈ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ നേടിയിട്ടുള്ള നേട്ടം ഒന്ന് അവതരിപ്പിക്കാൻ കഴിയാതിരുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ. എങ്കിലും ഇന്ന് സ്കൂളിന്റെ പരിസരവും സ്കൂളിലെ നമ്മുടെ അനുഭവങ്ങളും ഒക്കെ നിങ്ങളെ കാണുമ്പോൾ ഇത്തരം പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇരിങ്ങാലക്കുട ശ്രീലയ പി സുധീഷ്, ദിയ കെ ബാബു, ഹുസൈൻ, സൈദ. ആളൂർ കല്ലട ഹോളിഡേ ഇൻ ബാറിൽ നിന്നും 84,500 രൂപ മോഷ്ടിച്ച കേസിൽ ബാറിലെ മുൻ അക്കൗണ്ടിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് മുതലപ്പോ ചെല്ലപ്പടി സ്വദേശി 29 വയസ്സുള്ള കൃപാദാസാണ് പോലീസിന്റെ പിടിയിലായത്. 3 മാസത്തോളം ബാറിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ മോഷണത്തിന് ശേഷം ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ജൂൺ 13 പുലർച്ചെ 1 മണിയോടെ ബാറിലെ അക്കൗണ്ട് റൂമിലേക്ക് അതിക്രമിച്ചു കയറി മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപമുള്ള തിരുമുല്ലൈവായൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഷിബു, ജയകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഡാനിയൽ, ഹരികൃഷ്ണൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വീടിനുള്ളിൽ അനധികൃതമായി വിദേശമദ്യം സൂക്ഷിച്ച കേസിൽ വീട്ടമ്മയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലേറ്റുകര പഞ്ഞപ്പള്ളി കാര്യങ്ങാട്ടിൽ 44 വയസ്സുള്ള ധന്യയെയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഹരിക്കുട്ടൻ കെവിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പഞ്ഞപ്പള്ളിയിലെ പ്രതിയുടെ വീട്ടിലെ മുറിയിൽ നിയമാനുസൃതമായ രേഖകളില്ലാതെ അമിത ലാഭത്തിനായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 6.4 ലിറ്റർ വിദേശമദ്യം പോലീസ് പിടിച്ചെടുത്തു. സംഭവസ്ഥലത്തു നിന്നും 13 മദ്യക്കുപ്പികളും മദ്യവിൽപ്പനയിലൂടെ ലഭിച്ച 4,150 രൂപയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എസ്ഐമാരായ ശ്രീനിവാസൻ, ജെയ്സൺ, ഗ്രേഡ് എസ്ഐ മിനിമോൾ, സനില, ലിജോ ആന്റണി, ഷാൻമോൻ, രാകേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ മന്നാസ്, ആകാശ് എന്നിവരും പ്രതിയെ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. അപ്രഖ്യാപിത പവർ കട്ട് നടപ്പിലാക്കി കേരളത്തെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. KCB ഇരിങ്ങാലക്കുട ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ശരത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭാരവാഹികളായ വിഷ്ണു പ്രഭാകരൻ, KK രാംദാസ്, PD ദീപക്, വിൻസി ജോജി, അതുൽ ജയൻ എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് സെക്രട്ടറി അഖിൽ ലക്ഷ്മണൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം നവ്യ കൃഷ്ണ നന്ദിയും പറഞ്ഞു. ഈ ഗവൺമെന്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാവും. എന്നൊക്കെ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. 1991 തെരഞ്ഞെടുപ്പിൽ
ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് 5 വർഷക്കാലം ഈ സംസ്ഥാനത്ത് പുതുതായി ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയുടെ അളവ് 17 മെഗാവാട്ട് മാത്രമായിരുന്നു. പിന്നീട് 2001 വരെ 96 മുതൽ 2001 വരെ ഈ കേരളം ഭരിച്ച ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് 1763 മെഗാവാട്ട് വൈദ്യുതിയാണ് ആ 5 വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിച്ചത്. നമ്മുടെ കേരളത്തിന്റെ വൈദ്യുതിയുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ഉൽപ്പാദനം സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റ് 2001 മുതൽ 2026 വരെ 2006 വരെ ഭരിച്ച സമയത്ത് കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചത് 27 മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ്. തുടർന്ന് ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയുടെ അളവ് 471 മെഗാവാട്ട് വൈദ്യുതിയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നു. അന്ന് ആകെ ഉൽപ്പാദിപ്പിച്ചത് 5 വർഷം കൊണ്ട് 37 മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ് കൂടുതലായി അധികമായി ഉൽപ്പാദിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് 2063 മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ കേരളത്തിൽ പുതുതായി ഉൽപ്പാദിപ്പിച്ചത്. എന്ന് വെച്ചാൽ 3 പ്രാവശ്യത്തെ 15 വർഷക്കാലത്തെ ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിന്റെ വരവ് അറിയിച്ച് കത്തീഡ്രൽ AKCCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ പ്രശസ്ത ഫുട്ബോളർ AT വർഗീസിന് ഫുട്ബോൾ നൽകി ഉദ്ഘാടനം ചെയ്തു. കത്തീഡ്രൽ AKCC പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാരവാഹികളായ റോബി കാളിയങ്കര, ഡേവിസ് ചക്കാലക്കൽ, ടെൽസൺ കോട്ടോളി, ഷാജു കണ്ടംകുളത്തി, വർഗീസ് ജോൺ, ട്രസ്റ്റി ടോണി ചെറിയാടൻ, സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനം ചെയ്യുന്നു. സുദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ചയുടെ ആരംഭത്തിൽ ലോക ജേതാവ് ആര് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന മുഹൂർത്തമാണ് ഫൈനൽ. അങ്ങനെ ലോകം മുഴുവനും ഫുട്ബോളിൽ ആരവം മുഴക്കിക്കൊണ്ട് കടന്നു പോകുന്ന ആ ഒരു തരംഗത്തിൽ ഇരിഞ്ഞാലക്കുട ദേശവാസികളും പങ്കുചേരുന്നതിന് വേണ്ടി AKCCയുടെ നേതൃത്വത്തിൽ ബിഗ് സ്ക്രീൻ തയ്യാറാക്കി അതിനുവേണ്ടി പന്തലും ചെലവ് ചെയ്ത് ഉണ്ടാക്കി ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. അതിലെനിക്ക് AKCCയോട് അഭിമാനം തോന്നുകയാണ്. പല സംഘടനകളും ഈ ഒരു അവസരം ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചു വന്നെങ്കിലും അവരോടൊക്കെ ഞാൻ നോ പറഞ്ഞു നിൽക്കുകയായിരുന്നു. കാരണം ഫുട്ബോളിൻ്റെ പേറ്റൻറ്റ് AKCCക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് ഇനി വേറെ ആരും കടന്നു വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരെ തന്നെ അത് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അവർക്കത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും വന്ന് കണ്ട് ആസ്വദിക്കാനുള്ള നല്ലൊരു മുഹൂർത്തവും നല്ല കാലാവസ്ഥയും ലഭിക്കട്ടെ. നമുക്കതങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും. അതിനായിട്ടുള്ള എല്ലാ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ലോകകപ്പ് ഫുട്ബോൾ മത്സരം കലാശ പോരാട്ടത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയിലെ മുനിസിപ്പൽ എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം മുനിസിപ്പൽ മൈതാനിയിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ കൗൺസിലർമാരും ജീവനക്കാരും തമ്മിലായിരുന്നു മത്സരം. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ സമ്മാനദാനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ്, LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു. അനുസ്മരണ സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TV ചാർലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്
CS അബ്ദുൽ ഹക്ക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് VC വർഗീസ്, സുജ സഞ്ജീവ് കുമാർ, K വേണുഗോപാൽ, ജോസഫ് ചാക്കോ, സനൽ കല്ലൂക്കാരൻ, ജോമോൻ മാണാത്ത്, വിജയൻ ഇളയേടത്ത് എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.